നിങ്ങൾ എന്നാ പിള്ളേരെ ആ മുളകെല്ലാം കൂടെ കേട് വരുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി കളിക്കുന്നത് പോ പിള്ളേരെ. ആഹാ, നിങ്ങളിത് നേരത്തെ വന്നോ? ഞാനെന്ന് ഇച്ചിരി മീനും കൂടെ കൊണ്ടുവരാൻ പറയാൻ വേണ്ടി വിളിക്കാതിരിക്കുമായിരുന്നു. അല്ല, നിങ്ങൾക്ക് എന്നാ പറ്റി? നിങ്ങൾ നീ മിണ്ടാതെ നിൽക്കുന്നേ? എടി നീ അറിഞ്ഞോ, നമ്മുടെ മിന്നുവിന്റെ ചെറുക്കൻ വീട് കാണാൻ പോവാന്ന്. നമ്മുടെ സുധീറില്ലേ, അവന്റെ വണ്ടിക്കാ പോകുന്നത്. അവൻ എന്നോട് പറയുമ്പോഴാ ഞാൻ ഈ വിവരം തന്നെ അറിയുന്നു. അവൻ എന്നോട് ചോദിക്കുവാ നിങ്ങൾ വരുന്നില്ലേ. ഇത് കേട്ടപ്പോ ഞാൻ ആകെ നാണം കെട്ടു. ഒന്നും അല്ലെങ്കിലും ഞാൻ അവന്റെ ചേട്ടനല്ലേ. വാപ്പ ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് വാപ്പാടെ സ്ഥാനമല്ലേ എനിക്ക്. ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പം ആദ്യം അവൻ എന്നോടല്ലേ പറയണ്ടേ. ഈ നാട്ടുകാർ പറഞ്ഞു വേണോ ഞാൻ ഈ വിവരം അറിയാൻ? അയ്യ, അതിന് വാപ്പാടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എന്ത് കാര്യം അനിയന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത്? അവന്റെ ഓരോ ആവശ്യങ്ങളും പറഞ്ഞു കഴിയുമ്പോഴേ നിങ്ങൾ ഒഴിഞ്ഞുമാറി നടക്കാറല്ലേ പതിവ്? ആഹാ, നീയും എന്നെ കുറ്റപ്പെടുത്തുവാണോ? കുറ്റപ്പെടുത്താനോ? ഞാനോ? അതെ, ഈ സ്നേഹവും ബഹുമാനവും ഒക്കെ ആരോടും ചോദിച്ചു മേടിച്ചാൽ കിട്ടുന്നതല്ല. അതൊരാളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാ. നമ്മൾ എത്രത്തോളം ഒരാളെ സ്നേഹിക്കുന്നു അത്ര മാത്രമേ നമുക്കും തിരിച്ചു കിട്ടത്തുള്ളൂ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക.